സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കി എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു പ്രശ്നം മാറാനാണല്ലോ സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും സീറം ആയാലും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ. ഞാൻ ഓയിലി സ്കിന്നിൻ്റെ യൂസ് ചെയ്യാൻ പാടില്ല. സോ അത് നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കിയുള്ളൂ വീണ്ടും വേണ്ടിയിട്ട്. ഓയിലി സ്കിന്നുള്ള ഒരാൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്ന സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം സ്കിൻ ടൈപ്പ്. ഇപ്പം നോർമൽ സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും, സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവും, പിന്നെ നോർമൽ സ്കിൻ ഉണ്ടാവും. അപ്പോൾ അതിൽ എല്ലാവർക്കും ഡിഫറെൻറ്റ്. ഇപ്പം എനിക്കുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കണം എന്നില്ല വേറൊരാൾക്കുള്ളത്. ഇപ്പം ഈ പറയുന്ന വേറെ ഒരു ഉദാഹരണത്തിന് ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ സെയിം ബ്രാൻഡ് തന്നെ പോൺസിൻ്റെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് കണ്ടോ, രണ്ടും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി സെൻസിറ്റീവ് സ്കിന്നിനുള്ളതുണ്ടാവും. കാരണം സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു സ്കിന്നാണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അങ്ങനെ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ചില സാധനങ്ങൾ അലർജി ആവും, പിന്നെ ചൊറിയും ഇച്ചിങ് പ്രശ്നങ്ങൾ വരും. അപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചോ, അത് ചിലപ്പം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റണമെന്നില്ല. അപ്പം അത് യൂസ് ചെയ്തിട്ട് അലർജിയോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുക, ഈ മോയ്സ്ചറൈസിങ്ങിൻ്റെ പ്രശ്നമാണെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അതിലടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റണമെന്നുണ്ടാവില്ല. അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സെൻസിറ്റീവ് സ്കിന്നിനുള്ള സാധനമാണോ എന്നുള്ളത് നോക്കിയിട്ട് ചിലപ്പോൾ ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനുള്ളതും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നോക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം പിന്നുള്ളതുണ്ട്. പിന്നെ ഇത് വേറൊരു മോയ്സ്ചറൈസറാണ്. ഇത് കോട്ടൺ കിൻ്റെ വേറൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഈ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. എല്ലാ സ്കിന്നും, അതായത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡ്രൈ സ്കിന്ന്, ഇത് ഓയിലി സ്കിൻ. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കുക തന്നെ വേണം. വെറുതെ പോയിട്ട് നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യുകയല്ല വേണ്ടത്. പണ്ടാണെങ്കിൽ എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയാലും. ഇപ്പം മേക്കപ്പ് പ്രോഡക്ട്സിൽ ഡ്രൈ സ്കിന്നിൻ്റെ ഉണ്ടാവും, ഓയിലി സ്കിന്നുകാർക്കും ഉണ്ടാവും. ഡ്രൈ സ്കിന്നിൻ്റെ ഫൗണ്ടേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം, ഓയിലി സ്കിന്നിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെയായിരിക്കണം നമ്മൾ പ്രോഡക്റ്റിൽ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ അതിന് ലേബൽ നോക്കുക, അതിനകത്ത് എന്തെങ്കിലും ഭയങ്കര കെമിക്കലായിട്ടുള്ള കണ്ടന്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ വേറെ ഉണ്ടാവും. നമ്മളിപ്പം സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റ് സ്കിൻ കെയർ ചെയ്യാണ്. അതായത് ഫസ്റ്റ് നമ്മൾ രാവിലെ ഫേസൊക്കെ വാഷ് ചെയ്ത് അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് സൺസ്ക്രീൻ ഇടുക എന്ന് പറയുന്നത്. സൺസ്ക്രീൻ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. സൺസ്ക്രീൻ ഭയങ്കര നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സൺസ്ക്രീൻ. അപ്പോൾ രാവിലെ എനിക്ക് നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസൊക്കെ പ്രെപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒരു സീറം അതായത് ഇപ്പം ഞാൻ ഇപ്പം ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു സീറം യൂസ് ചെയ്യാം. അതിനുശേഷം ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇങ്ങനെയായിരിക്കണം ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ പോകേണ്ടത്. എല്ലാ മോർണിംഗും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ പുറമേ മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളും നമ്മൾ മാറ്റം വരുത്തണം. അതായത് നമ്മൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പം അതിൻ്റേതായ മാറ്റവും നമ്മുടെ ഫേസിൽ വരും. സ്കിൻ കെയറും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ചേഞ്ച് തന്നെ നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡിയിലും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. മെയിൻലി ഷുഗർ നമ്മൾ പഞ്ചസാര ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മൾ 1 മന്ത് നമ്മൾ പഞ്ചസാര ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരും എന്നുള്ളതാണ് മെയിൻലി എടുത്ത് പറയേണ്ട ഒരു സാധനം. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ കടന്നു പോകാമല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്, എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ പ്രോഡക്ട്സിന് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ, ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ മതി. ഏത് ബ്രാൻഡാണെന്നുള്ളത്, നിങ്ങൾ വാങ്ങാൻ പോകുന്ന ബ്രാൻഡിൻ്റെ പേര് എന്നോട് പറഞ്ഞാൽ മതി. അത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കണ്ട ഉടനെ ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് ലിങ്ക് എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇട്ടുതരാം. ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസറാണ്. ബ്രൈറ്റനിങ് ഫേസ് മോയ്സ്ചറൈസറാണ് കേട്ടോ.
ഇത് ഒരു 3 month ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫേസിൽ നല്ലൊരു ചേഞ്ച് വരും. സോ അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.